പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോ എത്രാമത്തെ കൊല്ലത്തെ പൊങ്കാല അടിക്കും? ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെയാണ്. കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് അന്നാണ് ആദ്യത്തെ ഞാൻ പൊങ്കാല ഇട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ഇട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഈ വർഷവും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഈ പ്രാവശ്യം പൊങ്കാല കൂടാൻ പറ്റി. ഇനിയുള്ള എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക. അമ്മ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആക്ച്വലി 15 ഇയേഴ്സായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അന്ന് ഫസ്റ്റ് താമസിക്കാൻ വരുന്നതും ഇവിടെ ഗൗരിവന്ദനത്തിൽ തന്നെയാണ്. അന്ന് മുതൽ എൻ്റെ ഒരു വളർച്ച സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മാറി കുറച്ച് അപ്പുറത്തോട്ട് താമസം മാറിയത്. അന്ന് മുതൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേവിയുടെ പാട്ടും ഇതെല്ലാം കേട്ട് വണ്ടി വരുന്ന സമയത്ത് ഓടിപ്പോയി തൊഴുതിട്ട് വരാറാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇക്കൊല്ലം പൊങ്കാലിടുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഭാവിയെ പറ്റിയൊക്കെ? അയ്യോ, അങ്ങനെ നമ്മൾ പ്രതീക്ഷ ഒന്നും പറയില്ല. എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. ഇതുവരെ ദേവിയും ദൈവങ്ങളെല്ലാം ഇതുവരെ എത്തിച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഇനിയും എന്താ പറയാ, ഇനി അപ്കമിങ് വർക്ക്സ് ഏതൊക്കെയാണ് ഇനി വരുന്നത്? എന്തോ ഇനി വരുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? ഇനി വരുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? സീരിയൽ, സിനിമ വർക്ക്സോ? ഇല്ല, ഞാനിപ്പോൾ ഈ വർക്ക് ഏഷ്യാൻ്റെ ചെമ്പനീർപ്പൂ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുക. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റില്ല അറ്റ് എ ടൈം. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു ആശംസ പറയാമോ? എന്താശംസയാണ്? എന്താണ്, ആറ്റുകാൽ പൊങ്കാല ആശംസ ആദ്യം തന്നെ നേരെയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപാട് പ്രാർത്ഥനകളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ദേവി കാണട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.